ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. രാജസ്ഥാൻ യാത്രയുടെ ഭാഗമായി ഞാനിപ്പോൾ ജോധ്പൂരിലാണ് എത്തിയിരിക്കുന്നത്. ഇന്നലെ ഞങ്ങൾ ജയ്പൂരിൽ നിന്നും രാത്രി ഇവിടെ എത്തിച്ചേർന്നു. ജോധ്പൂരിൽ ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലാണ് ഈ കാണുന്നത്. രാജസ്ഥാൻ യാത്രയുടെ 3-ാം ദിവസത്തിലേക്ക് ഞങ്ങൾ കടന്നിരിക്കുകയാണ്. ജോധ്പൂരിലെ വിവിധ സ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ഇന്ന് പുറപ്പെട്ടിരിക്കുന്നത്. ജയ്പൂരിൽ ഞങ്ങൾ 1.5 ദിവസം താമസിച്ചു. ഇവിടെ ജോധ്പൂരിലെത്തിയപ്പോൾ നല്ല അക്കോമഡേഷൻ, നല്ല ഫുഡ്, സുഖകരമായ യാത്ര, എല്ലാം കൊണ്ടും എല്ലാവരും വളരെ ഹാപ്പിയാണ്. ആർക്കും അസുഖങ്ങളോ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളോ ഒന്നും തന്നെയില്ല. എല്ലാവരും യാത്ര മാക്സിമം എൻജോയ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് ഇന്ന് ജോധ്പൂരിലെ ദൃശ്യങ്ങളൊക്കെ കാണാം. എല്ലാവരും വളരെ സന്തോഷവാന്മാരായി ജോധ്പൂരിലെ കാഴ്ചകൾ കാണുന്നതിന് വേണ്ടി തയ്യാറായിരിക്കുകയാണ്. ഞങ്ങളിന്ന് പോകുന്നത് ജോധ്പൂരിലെ മെഹ്റാൻഗഡ് കോട്ടയിലേക്കാണ്. അപ്പോൾ നമുക്ക് അവിടുത്തെ കാഴ്ചകളൊക്കെ ഇനി കാണാം. അങ്ങനെ ഞങ്ങൾ ജോധ്പൂരിലെ മെഹ്റാൻഗഡ് കോട്ടയുടെ സമീപത്തെത്തിയിരിക്കുകയാണ്. ഇനി നമുക്ക് കോട്ടയിലേക്ക് പോകാം. 100 കണക്കിന് കോട്ടകളും കൊട്ടാരങ്ങളുമുള്ള ഇന്ത്യയിലെ ഏറ്റവും പ്രസിദ്ധമായ രാജസ്ഥാനിലെ ജയ്പൂരിലെ മെഹ്റാൻഗഡ് കോട്ട അതിവിശാലമായ കോട്ടയാണ്. ഈ കോട്ടയ്ക്ക് അകത്തേക്ക് ഞങ്ങൾ പോവുകയാണ്. കുറച്ച് സ്റ്റെപ്പുകളൊക്കെ കടന്നു വേണം കോട്ടയുടെ മുകളിലേക്ക് എത്താൻ. രാജസ്ഥാനിൻ്റെ കലയും സംസ്കാരവും വാസ്തുശില്പകലയും വിളിച്ചോതുന്ന വിശാലമായ കോട്ട. അതിവിശാലമായ കോട്ടവാതിലാണ് ഈ കാണുന്നത്. വിശാലമായ കോട്ടവാതിലും രാജാവും മന്ത്രിമാരും കൂടിക്കാഴ്ച നടത്തിയിരുന്ന മൂർത്തി മഹലും 29 കിലോഗ്രാം സ്വർണം കൊണ്ട് അലങ്കരിച്ച പൂൻ മഹൽ, രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്ന വില കൂടിയ പല്ലക്കുകൾ, യുദ്ധങ്ങളിൽ ഉപയോഗിച്ചിരുന്ന യഥാർത്ഥ ആയുധങ്ങളുടെ ശേഖരവും എല്ലാം ഈ കോട്ടയിലെ ചില കാഴ്ചകൾ മാത്രമാണ്. ലിഫ്റ്റിൽ കയറി ഞങ്ങൾ കോട്ടയുടെ ടെറസിലെത്തിയിരിക്കുകയാണ്. ഇവിടെ യുദ്ധത്തിന് ഉപയോഗിച്ചിരുന്ന ധാരാളം പീരങ്കികൾ നമുക്ക് കാണാം. അങ്ങനെ ലിഫ്റ്റിൽ കയറി ഞങ്ങളിപ്പോൾ കോട്ടയുടെ ടെറസിലാണ് എത്തിയിരിക്കുന്നത്. ഇവിടെ നിന്നാൽ കോട്ടയുടെ മുകൾ ഭാഗത്തെ കാഴ്ചകളും പരിസര പ്രദേശങ്ങളിലെ മുഴുവൻ കാഴ്ചയും നമുക്ക് കാണാം. നല്ല വ്യൂ ആണ്. ഈ ടെറസിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ചകൾ അതിമനോഹരമാണ്. കെട്ടിടങ്ങൾ ധാരാളം തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ബ്രഹ്മപുരിയാണ് ഈ കാണുന്നത്. കോട്ടയോളം തന്നെ ചരിത്രവും കാലപ്പഴക്കവുമെല്ലാം ഈ ബ്രഹ്മപുരിക്കുമുണ്ട്. വെളുത്ത മാർബിൾ കൊണ്ടുള്ള ഒരു ശവകുടീരമാണ് അകലെ നമ്മളിപ്പോൾ കാണുന്നത്. അടിപൊളി വ്യൂ ആണ്. ഇവിടെ നിന്നാൽ അതിഗംഭീരം എന്ന് തന്നെ പറയാം. കോട്ടയുടെ മുകളിലുള്ള കാഴ്ചകൾക്ക് ശേഷം താഴേക്കുള്ള പടവുകൾ ഇറങ്ങി അതിസുന്ദരമായൊരു ഇടനാഴിയിലൂടെയാണ് ഞങ്ങളിപ്പോൾ നടന്നു പോകുന്നത്. ടെറസിൽ നിന്ന് കോട്ടയുടെ പ്രധാന ഭാഗത്തേക്ക് പ്രവേശിക്കുമ്പോൾ ആദ്യമായി കാണുന്ന ഈ ഏരിയയാണ് ഫത്തേഹ് മഹൽ. രാജാവ് വിശിഷ്ട വ്യക്തികളുമായി മീറ്റിംഗ് നടത്തിയിരുന്ന സ്ഥലമാണ് ഈ ഫത്തേഹ് മഹൽ. മനോഹരമായ ഇടനാഴി കടന്ന് നമ്മൾ ചെല്ലുന്നത് ശൃംഗാർ ചൗക്കിലേക്കാണ്. രാജകുടുംബത്തിലെ രാജകുമാരന്മാരുടെ കിരീടധാരണവും പട്ടാഭിഷേകവും നടക്കുന്നത് ഇവിടെയാണ്. രാജാക്കന്മാർ ആനപ്പുറത്ത് ഇരിക്കാൻ ഉപയോഗിച്ചിരുന്ന ഇരിപ്പിടങ്ങളാണ് ഈ കാണുന്നതെല്ലാം.
മഹാറാണിയും തോഴിയും ഇരിക്കുന്ന ഇരിപ്പിടം. ഈ കാണുന്നതെല്ലാം വിലയേറിയ പല്ലക്കുകളാണ്. സ്വർണം പൂശിയ പല്ലക്ക് മുതൽ വളരെ വിലയേറിയ വിവിധ തരത്തിലുള്ള പല്ലക്കുകളാണ് നമ്മളിപ്പോൾ കാണുന്നത്. രാജകുമാരനെ രാജാവായി വാഴിച്ച സമയത്ത് രാജകുമാരൻ ഇരുന്ന മാർബിൾ ഫലകത്തിൽ തീർത്ത ഇരിപ്പിടമാണ് ഈ കാണുന്നത്. അന്ന് 4 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന രാജകുമാരനാണ് ഇന്ന് ജോധ്പൂരിലെ നിലവിലുള്ള രാജാവ്. യുദ്ധത്തിന് ഉപയോഗിച്ച വലിയ പീരങ്കികൾ, രാജാവിൻ്റെ ചേതക് എന്ന കുതിര, ഇനി സ്റ്റെപ്പുകൾ കയറി മുകളിലുള്ള കാഴ്ചകളിലേക്ക് പോവുകയാണ്. മെഹ്റാൻഗഡ് കോട്ടയിലെ ഏറ്റവും ആകർഷകമായ മുറി ഷീഷ് മഹൽ. നിരവധി ഗ്ലാസുകൾ കൊണ്ട് അലങ്കരിക്കപ്പെട്ട മനോഹരമായ മുറി. നിർമ്മാണ സമയത്ത് രാജാവായിരുന്ന അജിത് സിംഗിൻ്റെ ബെഡ്റൂം ആയിരുന്നു ഇത്. പിൻകാലത്ത് അദ്ദേഹത്തിൻ്റെ തലമുറക്കാർ ഇത് പ്രാർത്ഥന മുറിയായി ഉപയോഗിക്കുന്നു. രാജാവ് മണിക്കൂറുകളോളം ധ്യാനത്തിലിരിക്കുന്ന മുറിയാണിത്. ഒരു വിളക്കിൽ നിന്നുള്ള പ്രകാശം ഗ്ലാസുകൾ തട്ടി പ്രതിഫലിച്ച് 1000 വിളക്കുകൾ തെളിയുന്ന പ്രതീതി സൃഷ്ടിക്കുന്ന മനോഹരമായ കാഴ്ച. നമുക്കൊരിക്കലും മറക്കാനാകാത്ത ഇത്തരം ഒരുപാട് കാഴ്ചകൾ ഈ കോട്ടയിലുണ്ട്. ഇതെല്ലാം രാജാവിൻ്റെയും ഫാമിലിയുടെയും കോസ്റ്റ്യൂംസാണ്. സ്വർണത്തിലും വെള്ളിയിലും ഒക്കെ തീർത്ത വിലയേറിയ വസ്ത്രങ്ങൾ. ഈ കോട്ടയിലെ അതിസുന്ദരമായ ഒരു റൂമാണിത്. ഫൂൽ മഹൽ, പാലസ് ഓഫ് ഫ്ലവേഴ്സ്. 29 കിലോഗ്രാം സ്വർണമാണ് ഇതിൻ്റെ നിർമ്മിതിക്ക് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. ഈ കാണുന്നതൊക്കെ ഗോൾഡാണ്. 18-ാം നൂറ്റാണ്ടിൽ രാജാവായിരുന്ന അഭയ് സിംഗ് ആണ് ഇത് പണി കഴിപ്പിച്ചത്. തികച്ചും ഒരു എൻ്റർടൈൻമെൻറ്റ് പർപ്പസിന് വേണ്ടിയുള്ളതാണ് ഈ റൂം. കൊട്ടാര നർത്തകിമാരുടെ നൃത്തവും സംഗീതജ്ഞരുടെ സംഗീതവും എല്ലാം രാജാക്കന്മാർ ആസ്വദിച്ചിരുന്നത് ഇവിടെ വെച്ചാണ്. ഇനിയും വീണ്ടും പടവുകൾ കയറി ടെറസിലേക്ക് പോവുകയാണ്. കണ്ടു തീരാത്ത കാഴ്ചകളാണ് ഇവിടെ ഈ കോട്ടയിൽ ഉടനീളം നമുക്ക് കാണാൻ സാധിക്കുന്നത്. രാജസ്ഥാനി വാസ്തുശില്പകലയുടെ ഉത്തമ ഉദാഹരണം നമുക്കിവിടെ കാണാം. പല പല കാലഘട്ടങ്ങളിൽ ഉപയോഗിച്ചിരുന്ന ആയുധങ്ങളുടെ ഒരു വൻ ശേഖരമാണ് നമ്മൾ ഇവിടെ കാത്തിരിക്കുന്നത്. പല വലിപ്പത്തിലും രൂപത്തിലുമുള്ള വാളുകൾ, വ്യത്യസ്ത തരത്തിലുള്ള സുരക്ഷാ കവചങ്ങൾ, ചെറിയ കഠാരകൾ, പല മോഡലുകളുമുള്ള തോക്കുകൾ, വേട്ടയാടാൻ ഉപയോഗിച്ചിരിക്കുന്ന കുന്തങ്ങൾ തുടങ്ങിയവ ഈ ശേഖരത്തിലെ ചില കാഴ്ചകൾ മാത്രമാണ്. കാഴ്ചകൾ ഇവിടെ തീരുന്നില്ല. ജോധ്പൂരിലെ മെഹ്റാൻഗഡ് കോട്ടയിലെ മനോഹരമായ വിസ്മയിപ്പിക്കുന്ന കാഴ്ചകൾ ഇനിയും ധാരാളമുണ്ട്. വീഡിയോയ്ക്ക് ലെങ്ത് കൂടുന്നതിനാൽ തൽക്കാലം വൈൻഡപ്പ് ചെയ്യുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മെഹ്റാൻഗഡ് കോട്ടയിലെ കൂടുതൽ മനോഹര ദൃശ്യങ്ങളുമായി വീണ്ടും എത്തുന്നതായിരിക്കും. ഓക്കെ, ബൈ.